ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചിത്ര പോയിട്ട് നേരെ അലമാരി പോയി സ്വർണ്ണാഭരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് നേരെ ദീപുവിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ദീപു ചോദിക്കുന്നുണ്ട് എന്താ ഇതെന്ന്, കാണിച്ചു തരാം എന്നും പറഞ്ഞ് ആ സ്വർണ്ണാഭരണ പെട്ടി തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദീപു ഒന്നാകെ നടുങ്ങി നിൽക്കുന്നൊരവസ്ഥയിൽ. അപ്പോൾ ദീപുവിന് ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റുന്നില്ല. എന്താ ദീപു ഏട്ടാ, എന്താ ഇതൊന്നും മനസ്സിലായില്ല ദീപോട്ടിന്. ഇത് അമ്മ സുമിത്രേച്ചിക്ക് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ദീപോട്ടിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച സ്വർണ്ണാഭരണങ്ങൾ തന്നെയാണ്. ദീപോട്ടാ, ഇനിയും എൻ്റെ മുന്നിൽ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെ ദീപോട്ടിന് തോന്നി സുമിത്രേച്ചിയെ തകർക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ചിത്ര അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ദീപു ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച്, ദൈവമേ ഇനി ഇവളോട് എന്ത് പറയും, എന്ത് പറഞ്ഞ് ഇവളെ ആശ്വസിപ്പിക്കും, ഇവളെല്ലാം അലങ്കോലമാക്കിയല്ലോ എന്നൊക്കെ വിചാരിച്ച് ആ സ്വർണ്ണാഭരണത്തിൽ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ദീപു. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാം ചിത്ര കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലോ. ചിത്രയുടെ മുന്നിൽ ഇനി എങ്ങനെ സോൾവ് ആക്കുമെന്നാണ് നമ്മുടെ ദീപു ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് രഞ്ജിതയുടെ ഭർത്താവിനെയാണ്. അപ്പോൾ രഞ്ജിതയുടെ ഭർത്താവ്, എൻ്റെ ദൈവമേ, അവൾ എന്നെ ഏത് പാതാളത്തിലേക്കാണ് തള്ളിവിടാൻ പോകുന്നതെന്നാവോ. എന്തായാലും എല്ലാം അറിഞ്ഞല്ലേ മതിയാവുള്ളൂ. ഞാനൊരു CBI പോലെ അങ്ങോട്ട് ചെല്ലും, എന്നിട്ട് അടുത്ത CBI ആയി ഞാൻ നടക്കാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഒരു മന്നൗതിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഏതായാലും രഞ്ജിത വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലാം എന്ന് പറഞ്ഞ് ഒരു നേരെ ഈ രഞ്ജിതയുടെ ഭർത്താവ് രഞ്ജിതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ രഞ്ജിത ആ ഒരു പെട്ടിയെടുത്ത് കയ്യിലേക്ക് കൊടുത്തിട്ട്, അതെ ഇത് അജ്ഞാതനില്ലേ, അയാൾക്ക് കൊണ്ട് കൊടുക്ക്. രഞ്ജിതേ, അജ്ഞാതൻ ആരാണെന്ന് വല്ലതും മനസ്സിലായോ? എനിക്കൊരു ഊഹമുണ്ട്, നിങ്ങൾക്കൊരു ഊഹം ഇല്ലേ? ഇല്ല. ആരാണ് രഞ്ജിതേ അജ്ഞാതൻ? എൻ്റെ മനസ്സിൽ ഒരാളെക്കുറിച്ച് ഭയങ്കരേറെ സംശയമുണ്ട്. അത് മറ്റാരുമല്ല, അത് ചിത്രയുടെ ഭർത്താവ് ദീപു, അതായത് സുമിത്രയുടെ പുന്നാര ആങ്ങള. എന്താ രഞ്ജിത ഈ പറയുന്നത്? ചിത്രയുടെ ഭർത്താവോ? ദീപു അങ്ങനെയൊന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല. അവൻ അങ്ങനെയൊക്കെ പറയും, പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അവൻ കണ്ണടച്ച് പാല് കുടിക്കുന്നവനാണ്. മറ്റുള്ളവരുടെ മുന്നിൽ പാവത്താനെ പോലെ അഭിനയിക്കും, എന്നിട്ട് ചിരിച്ചുകൊണ്ട് മുഖം കാണിച്ചിട്ട് പിന്നിൽ നിന്ന് കുത്തുന്ന സ്വഭാവമാണ് അവന്. അതുകൊണ്ട് അവനെ അങ്ങനെ ഇതാക്കാനൊന്നും പറ്റിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങളങ്ങോട്ട് കേട്ടാൽ മതി. നേരെ അങ്ങോട്ട് ചെന്നിട്ട് ഈ 10 ലക്ഷം രൂപ കൊടുക്കുക, അത്രേ മാത്രം മതിയെന്നും പറയുകയാണ്. എന്നിട്ട് പതിയെ ചോദിക്കാതെ തന്നെ അവനിൽ നിന്നും പല രഹസ്യങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യണമെന്നും രഞ്ജിത പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയുടെ ഭർത്താവ്, അത് പിന്നെ എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അവനിട്ട് 2 കൊടുത്ത് അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾ വെറുതെ ഷോ ഒന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ശരി രഞ്ജിതേ, ഞാനൊരു CBI പോലെ അങ്ങോട്ട് ചെല്ലുകയാണ് രഞ്ജിതേ. അവൻ്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ആ CBIയിൽ ഒരു മ്യൂസിക്കൊക്കെ ഇട്ട് നേരെ അങ്ങോട്ട് പോവുകയാണ് രഞ്ജിതയുടെ ഭർത്താവ്. പിന്നീട് കാണിക്കുന്നത് ചിത്രയ്ക്കാണെങ്കിൽ ആകെ സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ദീപോണ്ട് ഇങ്ങനത്തെ ഒരു കള്ളത്തരമൊക്കെ കാണിച്ചല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആ വാദിക്കൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ദീപം അങ്ങോട്ട് വരുന്നത്. ദൈവമേ, ഇവളെങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കും, എങ്ങനെയും പറഞ്ഞ് സമാധാനിപ്പിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ദീപു നേരെ ചിത്രയുടെ മുന്നിലേക്ക് ചെന്നിട്ട്, ചിത്രേ ഇതെന്താ ചിത്രേ, നീ എന്തിങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്? ചിത്രേ, എനിക്കൊരു ചായ പോയി എടുത്തിട്ട് വാ ചിത്രേ. അപ്പോൾ ചിത്ര വല്ലാത്തൊരു നോട്ടം നോക്കിയാണ് ദീപുവിനെ. എൻ്റെ ദൈവമേ, നീ എന്താ ഇങ്ങനെ നാഗവല്ലി നോക്കുന്നത് പോലെ നോക്കുന്നത്? അതിന് മാത്രം വല്ല കുറ്റം ഞാൻ ചെയ്തോ? ഇത് കേട്ട ചിത്രയ്ക്ക് ദേഷ്യം വന്നിട്ട്, നിങ്ങൾ കുറ്റം ചെയ്തോന്നോ? നിങ്ങൾ കുറ്റം മാത്രം ചെയ്തിട്ടുള്ളൂ ദീപോട്ടാ. നിങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ച സുമിത്രേച്ചിയെ ചതിക്കാനായിട്ട് നിങ്ങൾക്കെങ്ങനെ തോന്നി? നിങ്ങളിപ്പോൾ എന്നെ സ്നേഹിക്കുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ എന്നോട് കള്ളത്തരങ്ങൾ മാത്രം പറയുന്നത്. ഇത് കേട്ട ദീപമാണെങ്കിൽ, ആര് പറഞ്ഞു ചിത്രേ, നിന്നെ എനിക്ക് സ്നേഹിക്കാൻ മാത്രമല്ലേ കഴിയുള്ളൂ, എൻ്റെ മരണം വരെ നിന്നെ ഞാൻ സ്നേഹിച്ചുകൊണ്ട് തന്നെയിരിക്കും. ആ സ്നേഹത്തിന് ഒരു കുറവും വരാനായിട്ട് പോണില്ല. ഇത് കേട്ട
ചിത്രയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന മുഴുവനും അതിലുമുണ്ട് കള്ളത്തരം. നിങ്ങൾക്കൊരിക്കലും മനസ്സ് തുറന്ന് ഇപ്പം ആരെയും സ്നേഹിക്കാനായിട്ട് പറ്റില്ല. പഴയ ദീപോട്ടനല്ല, ഇപ്പോൾ ദീപോട്ടൻ്റെ മനസ്സിൽ മുഴുവനും കള്ളത്തരാണ്. അല്ലെങ്കിൽ സുമിത്രേച്ചി പോലും അറിയാതെ, സുമിത്രേച്ചിക്ക് ഈ സ്വർണ്ണങ്ങൾ കൊടുക്കാതെ ഈ ആഭരണങ്ങൾ നിങ്ങൾ കൊണ്ട് പണയം വെച്ച് ആ ഡയമണ്ട് റിങ് മേടിക്കോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. സുമിത്രേച്ചി ഇതറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സുമിത്രയുടെ മാസ് എൻട്രി. അപ്പോൾ സുമിത്ര വന്നിട്ട്, ആര് പറഞ്ഞു? ദീപുവിനോട് പറഞ്ഞില്ല എന്ന്. എന്നോട് ചോദിച്ചിട്ടാണ് അവൻ ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം വിറ്റത് എന്നും പറഞ്ഞുകൊണ്ടാണ് സുമിത്രയുടെ കയറി വരവ്. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രണ്ടുപേരും അന്തം വിട്ടിങ്ങ് നിൽക്കുകയാണ്. ദൈവമേ! അപ്പോൾ സുമിത്രേച്ചി ഇത് മുഴുവൻ കേട്ടു എന്നാലോചിച്ച് ആകെ പങ്കപ്പാട് നിൽക്കുകയാണ് നമ്മുടെ ദീപു. അപ്പോൾ നമ്മുടെ സുമിത്രയാണെങ്കിൽ ദീപുവിനെ നോക്കിയിട്ട്, എന്താ ദീപു നീ എന്തൊന്നും പറയാത്തത്? ദീപു, നിനക്ക് ചിത്രയോട് പറയായിരുന്നില്ലേ എന്നോട് ചോദിച്ചിട്ടാണ് ആ സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും വിറ്റതെന്ന്? നിനക്ക് പറയായിരുന്നില്ലേ? എന്തുകൊണ്ടത് പറയാറുന്നത്? നീ അത് പറയാത്തത് കൊണ്ടല്ലേ ചിത്രയുടെ മനസ്സ് ഇത്രയും വേദനിച്ചത്. ചിത്രേ, ഇനി നീ ഇവനെ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നോട് ചോദിച്ചിട്ട് തന്നെയാണ് ഇവൻ ആ സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും വിറ്റത്. ദേ, ഇനി പിണക്കമെല്ലാം മാറിയല്ലോ, പരിഭവങ്ങളെല്ലാം മാറിയല്ലോ. ഇനി ഏതായാലും അകത്തേക്ക് വന്നേ. വാ ചിത്രേ, ശരിയേച്ചെന്നും പറഞ്ഞുകൊണ്ട് ചിത്രയും സുമിത്രയും കൂടി നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. എന്നിട്ടും ചിത്രയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ കട്ടിലേ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും, എന്തിനാ ചിത്രേ ഇനി അതിനെക്കുറിച്ച് ഓർത്ത് നീ എന്തിനാ സങ്കടപ്പെടുന്നത്? അവൻ ആ ആഭരണങ്ങളെല്ലാം വിറ്റെന്ന് വിചാരിച്ച് എനിക്ക് യാതൊരു കുഴപ്പമില്ല. അവൻ ആഭരണങ്ങളെല്ലാം വിറ്റോട്ടേന്നേ. അങ്ങനെ പറയുമ്പോൾ ചിത്ര നേരെ അവിടെ നിന്ന് എണീറ്റ് പോയി അലമാര തുറന്നിട്ട് ഒരു അമ്മയുടെ ഡ്രസ്സും ആ ഡ്രസ്സിൻ്റെ മുകളിൽ കുറച്ചും കൂടി സ്വർണ്ണിരിപ്പുണ്ടായിരുന്നു. അതും എടുത്തിട്ട് നേരെ സുമിത്രയുടെ മുന്നിലേക്ക് നീട്ടുകയാണ്. ചേച്ചി, ഇത് അമ്മ ചേച്ചിക്ക് വേണ്ടി കരുതി വെച്ച സ്വർണ്ണങ്ങളും പട്ടുടുപ്പാണ് ഇത് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയുടെ കണ്ണുകൾ നിറയണം. അപ്പോൾ സുമിത്ര അത് കൈകൊണ്ട് മേടിച്ചിട്ട് വല്ലാത്തൊരു രീതിയിൽ, സങ്കടപ്പെട്ട ഒരു രീതിയിൽ തൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്ത് കരയുകയാണ് ആ ഡ്രസ്സിങ്ങനെ നോക്കിയിട്ട്. അപ്പോൾ നമ്മുടെ ചിത്രയാണെങ്കിൽ ദീപോട്ടൻ ആ സ്വർണ്ണങ്ങൾ മുഴുവനും വിറ്റ് ആ ഡയമണ്ട് റിങ് മേടിച്ചു. പക്ഷേ എനിക്കതൊന്നും വേണ്ടേച്ചി. ചേച്ചിയുടെ സ്നേഹം മാത്രം എനിക്ക് മതി. പക്ഷേ ദീപോട്ടൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല ഏച്ചി എന്ന് പറയുകയാണ്. ഇത് കേട്ട് നമ്മുടെ സുമിത്രയാണെങ്കിൽ, ചിത്രേ, ഞാൻ പറഞ്ഞല്ലോ എനിക്കതിൽ യാതൊരു പരിഭവമില്ല എന്ന്. പിന്നെ ദേ, ഇത് നീ പിടിച്ചേ, ഇത് നിനക്കുള്ളതാണ്. ഈ ചേച്ചിയുടെ ബർത്ത്ഡേ സമ്മാനമായിട്ട് നീ കരുതിയാൽ മതി ചേച്ചി. അത് പിന്നെ വേണ്ട, എന്നോടൊന്നും പറയണ്ട, നീ ഇത് സ്വീകരിക്കണം ചിത്രേ. ഈ ചേച്ചിയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നീ ഇത് സ്വീകരിക്കണം. ദേ, എൻ്റെ അമ്മയ്ക്ക് മകളെക്കാളും സ്നേഹിക്കുന്ന ഒരു മരുമകളെ കിട്ടിയില്ലേ, ആ സന്തോഷത്തിലാണ് ഞാനിതെല്ലാം തരുന്നതെന്ന് നീ കരുതിയാൽ മതി ചിത്രേ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കരേറെ സ്നേഹപ്രകടനങ്ങൾ നടത്തുകയാണ്. പിന്നീട് കാണിക്കുന്നത് രഞ്ജിത. അപ്പോൾ രഞ്ജിത ഈ കാര്യത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അജ്ഞാതൻ ദീപു തന്നെയാണോ എന്നൊക്കെ തന്നെയാണ് രഞ്ജിത ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പൂജ അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ പൂജയാണെങ്കിൽ രഞ്ജിതിനെ കൂടുതൽ മൈൻഡൊന്നും ചെയ്യാതെ നേരെ അകത്തേക്ക് കയറി പോകാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും, പൂജേ അവിടെ നിൽക്കടി. അപ്പോൾ പൂജ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? നിനക്ക് ഓഫീസിൽ ജോലി ചെയ്യുന്നില്ലേ? നിന്നോട് ഓഫീസിൽ ജോലി ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്, പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് വരുന്നത്? ഇത് കേട്ട പൂജ കരിച്ച് വന്നിട്ട്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനിവിടെ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താ പേടിയാണോ? അയ്യോ പേടിയോ? നീ എന്താ വലിയ മുതലാളിച്ചിയാണെന്നൊക്കെ ചോദിക്കുകയാണ്. അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ വരുമ്പോൾ നിങ്ങൾ എന്തിനെങ്ങനെ കിടന്ന് പേടിക്കുന്നത്? ഞാൻ കുഞ്ഞിലെയും നിങ്ങളടുത്ത് വന്നിട്ടുണ്ടല്ലോ. കുഞ്ഞിലേ മുതൽ നിങ്ങൾക്ക് എന്നെ അറിയാവുന്നതല്ലേ. പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ പേടിക്കുന്നത്? നിങ്ങളുടെ ആങ്ങളയുടെ മകളല്ലേ ഞാൻ. അതൊക്കെ അങ്ങ് പണ്ട്. രോഹിത്തേട്ടൻ എപ്പോൾ ആ സുമിത്രയെന്ന് പറഞ്ഞവളെ കല്യാണം കഴിച്ചോ അന്ന് മുതൽ എനിക്ക് രോഹിത്തേട്ടന് ഇഷ്ടമല്ല. ആ ബന്ധം ഞാൻ അങ്ങോട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ നിന്നെയും എനിക്ക് ഇഷ്ടമൊക്കെ ആയിരുന്നു. പിന്നെ നീ ആ സുമിത്രയെ സ്നേഹിക്കുന്നവളല്ലേ. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ സുമിത്രയെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കും? സുമിത്രയെ സ്നേഹിക്കുന്നവരെ ആരെയും എനിക്ക് കണ്ണിന് നേരെ കണ്ടുകൂടാ. അത് നീയാണെങ്കിൽ പോലും എനിക്കിഷ്ടമല്ല.
ആ ഒരുമ്പൊട്ടവള് എൻ്റെ ആങ്ങളയെ കല്യാണം കഴിച്ചപ്പോൾ മുതൽ എൻ്റെ ആങ്ങള ആകെ മാറിപ്പോയിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ളവളെന്നും എനിക്കിഷ്ടമല്ല എന്നും പറയുകയാണ്. അപ്പോൾ സുമിത്രയെക്കുറിച്ചുള്ള അനാവശ്യ കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്കാകെ അരിശം വരികയാണ്. അപ്പോൾ പൂജ, ദേ ഞാൻ നിങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫാണ് ആയിരിക്കും, പക്ഷേ ആ സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്നെ എന്തു വേണമെങ്കിലും പറയാം, പക്ഷെ എൻ്റെ അമ്മയെ പറയാമെന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. ഇത് കേട്ട രഞ്ജിതയാണെങ്കിൽ ആഹാ കൊള്ളാലോ, നിൻ്റെ അമ്മയോ? ഏത് വകയിലാണ് നിൻ്റെ അമ്മയായത്? സുമിത്ര നിന്നെ പ്രസവിച്ചോ? ഇല്ലല്ലോ, രോഹിത്തേട്ടൻ്റെ രണ്ടാം ഭാര്യയാണ് സുമിത്ര, അല്ലാതെ നിൻ്റെ അമ്മയല്ല. നീയും സുമിത്രയും തമ്മിൽ എന്ത് രക്തബന്ധമാണ് ഉള്ളത് എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് പൂജ ആകെ പൊട്ടിത്തെറിച്ചിട്ട്, ദേ രക്തബന്ധത്തിനേക്കാളും നല്ലതാണ് ആത്മബന്ധം എന്ന് പറയുന്നത്. അത് ഉള്ളിൽ നിന്നുണ്ടാവണം. രക്തബന്ധങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നത് ഞാനിപ്പോൾ കാണുകയല്ലേ. അതുകൊണ്ട് കൂടുതൽ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നിൽക്കണ്ട. നീയേ വാച കൊടിക്കാതെ ഇവിടെ നിന്ന് പോകാനായിട്ട് നോക്കടി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പങ്കജ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ പങ്കജ് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശരി ഞാൻ പോകാം, എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയതേ നിങ്ങളുടെ മകനാണ്. ആ മകൻ പറയട്ടെ ഞാനിവിടെ നിന്ന് പോകണോ വേണ്ടേ എന്ന്, അതിനുശേഷം ഞാനിവിടെ നിന്ന് പോകാം. അപ്പോൾ പങ്കജിനോട് ചോദിക്കണം, എന്തിനാടാ നീ എന്തിനാ ഇവളെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അമ്മേ ചില കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. എടാ ഓഫീസിലെ കാര്യങ്ങൾ ഓഫീസിലാണ് ചെയ്ത് തീർക്കേണ്ടത്, അല്ലാതെ ഇവിടെയല്ല. അല്ലമ്മേ ഇത് കുറച്ച് നേരത്തെ കാര്യമുള്ളൂ, എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാനുണ്ടെന്നേ. പൂജ വാ പൂജ കയറി, അമ്മ ഇപ്പം കഴിയും എന്നും പറഞ്ഞുകൊണ്ട് പൂജനെ വിളിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ രഞ്ജിതയ്ക്ക് വീണ്ടും സംശയങ്ങൾ ഇങ്ങനെ കൂടി വരികയാണ്. അവൾ പറയുന്നത് കേട്ടില്ലേ, സുമിത്രയെക്കുറിച്ചുള്ള പുകഴ്ത്തി പറച്ചിലാണ് അവളെ പറച്ചിൽ മുഴുവനും. ഇവളും ഇപ്പം ധിക്കാരം പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഇവളെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നും വിചാരിച്ചാണ് ഈ രഞ്ജിത നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സുമിത്രയും ചിത്രയും കൂടി എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ദീപു വന്ന് ഒളിഞ്ഞു നോക്കിയാണ്. ദീപു ഒന്ന് ഒളിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവരാണെങ്കിൽ ഭയങ്കരയേറെ സ്നേഹപ്രകടനം. ഇത് കണ്ട ദീപുവിനാകെ ടെൻഷൻ. ചേച്ചിയുടെ മുന്നിൽ ഞാൻ വലിയൊരു കള്ളനായി പോയല്ലോ. ചേച്ചിക്ക് അറിയാം സത്യങ്ങൾ മുഴുവനും. എന്നിട്ട് ചേച്ചി ചിത്രയുടെ മുന്നിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ആകെ നാണക്കേടായി തീർന്നിരിക്കുകയാണല്ലോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു കോളിമ്പല് കേൾക്കുകയാണ്. അപ്പോൾ അത് ആരാണെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് കയറാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്നു നമ്മുടെ രഞ്ജിതയുടെ ഭർത്താവ്. അപ്പോൾ രഞ്ജിതയുടെ ഭർത്താവിനെ കണ്ട് ഈ ദീപു ഞെട്ടി വിറച്ചൊരവസ്ഥ നിൽക്കുകയാണ്. അതെ എന്താ നിങ്ങളിവിടെ? എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് പിന്നെ ഇപ്പം ഏതായാലും വേണ്ട, നിങ്ങൾ പോകാനായിട്ട് നോക്ക്. അപ്പോൾ അതേ സുമിത്രയും ചിത്രയും കൂടി ഇറങ്ങി വരുന്നു. അപ്പോൾ സുമിത്രയും കൂടി ചിത്രയും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ കിളിപ്പോയൊരവസ്ഥയിലാണ് ദീപു. നിങ്ങൾ പൊയ്ക്കേ, നിങ്ങൾ ഞാൻ പിന്നെ വന്ന് കാണാം, നിങ്ങളാ പുറത്ത് വെയിറ്റ് ചെയ്യൂ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമെന്നും പറയുകയാണ്. അപ്പോൾ ചിത്രയും അതേപോലെ തന്നെ സുമിത്രയും കൂടി ഈ ഒരു കാഴ്ച കാണുകയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ ഭയങ്കര സംശയം, ഇതാരാണ് വന്നതെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.